Praise the Lord. My beloved friends, I welcome again each and all to this Bible meditation. A very good morning. I greet and bless each one of you in the name of our Lord Jesus Christ. So, the blessed word that the Lord has given for you today is from the book of Proverbs 1 verse 7. യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ ബിലവഡ് ഫ്രണ്ട്സ് എല്ലാവരെയും ഞാൻ ബൈബിൾ മെഡിറ്റേഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ എല്ലാവരെയും ഞാൻ ബൈബിൾ മെഡിറ്റേഷനിലേക്ക് ഗ്രീറ്റ് ചെയ്ത് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് കർത്താവ് തന്നിട്ടുള്ള വാഗ്ദത്തം സദൃശ്യവാക്യങ്ങൾ 1:7 നിന്നാണ്. So Proverbs 1:7 says, "The fear of the Lord is the beginning of knowledge, but fools despise wisdom and instruction." യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു, ഭോഷന്മാരോ ജ്ഞാനവും പ്രബോധനവും നിരസിക്കുന്നു. Yes, the fear of the God is the foundation to true wisdom. ദൈവഭയമാണ് യഥാർത്ഥ ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനം. God longs that we should fear Him. He is telling this in Deuteronomy 5:29. യഹോവ നാം അവനെ ഭയപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു. ആവർത്തന പുസ്തകം 5:29 ഇത് പറഞ്ഞിരിക്കുന്നു. To fear Him will always be for our good. Deuteronomy 6:24. ദൈവത്തെ നമ്മൾ ഭയപ്പെടുന്നത് എപ്പോഴും നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ആവർത്തന പുസ്തകം 6:24. It is possible to fear the Lord all the time. Proverbs 23:17. എല്ലായ്പ്പോഴും നമ്മുടെ കർത്താവിനെ ഭയപ്പെടാൻ നമുക്ക് കഴിയും. Obedience is a proof of fearing the Lord. Genesis 22:12. കർത്താവിനെ ഭയപ്പെടുന്നതിൻ്റെ തെളിവാണ് അനുസരണം. നമ്മളൊരാളെ സ്നേഹിക്കുന്നു, നമ്മളൊരാളെ ഭയക്കുന്നു എങ്കിൽ നമ്മൾ അവരെ അനുസരിക്കണം. കർത്താവിൻ്റെ വചനം നമ്മൾ അനുസരിക്കുന്നെങ്കിൽ മാത്രമേ നമ്മൾ കർത്താവിനെ ഫിയർ ചെയ്യുന്നു നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ചർച്ച് മെമ്പേഴ്സ് ഷുഡ് ഫിയർ ദ ലോർഡ്. സഭാംഗങ്ങളും കർത്താവിനെ ഭയപ്പെടണം. ദാറ്റ് യു ക്യാൻ സീ ഇൻ ആക്ട്സ് 9:31. അപ്പോസ്തല പ്രവൃത്തി 9:31 അത് കാണാം. Those who fear the Lord are rewarded. Proverbs 13:13. കർത്താവിനെ ഭയപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും പ്രതിഫലം ലഭിക്കും. അത് സദൃശ്യവാക്യങ്ങൾ 13:13 പറഞ്ഞിരിക്കുന്നു. Here is the secret of all blessing that you can see in Psalm 112 verse 1. Praise the Lord. It is written like that, like this: "Blessed are those who fear the Lord, who find great delight in His commands." See, എല്ലാ അനുഗ്രഹങ്ങളുടെ രഹസ്യം ഇതാണ്. അത് നമ്മുടെ സങ്കീർത്തനം 112:1 പറഞ്ഞിരിക്കുന്നു. യഹോവയെ സ്തുതിപ്പിൻ, യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. What is to fear the Lord? Is it to be afraid of God? No, it is not. When a man fears the Lord, it implies that he has started to know the Lord. എന്താണ് നമ്മൾ ദൈവത്തെ ഭയപ്പെടുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ദൈവത്തെ പേടിക്കണമെന്നാണ്? അല്ല. ഒരു മനുഷ്യൻ കർത്താവിനെ ഭയപ്പെടുമ്പോൾ അത് സൂചിപ്പിക്കുന്നത് അവൻ കർത്താവിനെ അറിയാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ്. A man only begins to fear God when he starts to know Him, and he only gets to know Him as when he fears Him. When a man realizes who God is and what His attitude is towards all people, then he begins to fear the Lord. It is important to notice that this fear has to be sought. That you can see in Proverbs 1 verse 29-30. ഒരു മനുഷ്യൻ ദൈവത്തെ അറിയാൻ തുടങ്ങുമ്പോൾ മാത്രമേ അവനെ ഭയപ്പെടുവാൻ തുടങ്ങിയുള്ളൂ. അവനെ ഭയപ്പെടുമ്പോൾ മാത്രമേ അവനെ അറിയത്തുള്ളൂ. ദൈവം ആരാണെന്നും എല്ലാവരുടെയും അവൻ്റെ മനോഭാവം എന്താണെന്നും ഒരു മനുഷ്യൻ തിരിച്ചറിയുമ്പോൾ അവൻ കർത്താവിനെ ഭയപ്പെടാൻ തുടങ്ങുന്നു. ഈ ഭയം അന്വേഷിക്കേണ്ടതുണ്ടെന്ന കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് നമുക്ക് സദൃശ്യവാക്യങ്ങൾ 1:29 മുതൽ 30 വരെ നമുക്ക് കാണാം. ഇറ്റ് ഹാസ് ടു ബി ലേൺ. ദർ ഹാസ് ടു ബി എ ഡിസയർ ഫോർ ദിസ്. ഇറ്റ് റിക്വയർസ് ഒബീഡിയൻസ് ആൻഡ് സം പീപ്പിൾ ഫിയർ ഗോഡ് മോർ ദാൻ അതേഴ്സ്. എന്താണ് അത് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. അതിനായിട്ട് നമ്മൾ ദൈവത്തിന് വേണ്ടി നമുക്കൊരു ആഗ്രഹം, ഒരു ദാഹം ഉണ്ടായിരിക്കണം. വി നീഡ് to have a thirst for God.
അതിനനുസരണം ആവശ്യമാണ്. ഫോർ ദാറ്റ് വി നീഡ് ഒബീഡിയൻസ്. ചില ആളുകൾക്ക് നമ്മൾ കണ്ടിട്ടുണ്ട്, മനുഷ്യരെക്കാളും ഭയങ്കരമായിട്ട് ദൈവത്തെ ഭയപ്പെടുന്നവരുണ്ട്. ഇന്നത്തെ കാലത്ത് അങ്ങനെ ഉള്ളവർ വളരെ ചുരുക്കമായിരിക്കും. എങ്കിലും പണ്ടത്തെ കാലത്ത് ദൈവത്തെ ഒരുപാട് ഭയപ്പെട്ടിരുന്ന കാരണവന്മാർ നമ്മുടെ പഴയ ജനറേഷൻ ഉണ്ടായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത്രയും വലിയ ഭക്തന്മാരുണ്ടായിരുന്നു, അവരത്രത്തോളം ദൈവത്തെ ഭയപ്പെട്ടു. പക്ഷേ ഐ ഡോണ്ട് നോ വെദർ ഇൻ ദിസ് ജനറേഷൻ ഹൗ മെനി ഓഫ് ദം വിൽ ബി ദെയർ who is really fearing the Lord. When a man fears the Lord, he will turn from sin and live a holy life. ഒരു മനുഷ്യൻ കർത്താവിനെ ഭയപ്പെടുമ്പോൾ അവൻ പാപത്തിൽ നിന്ന് തിരിഞ്ഞ് വിശുദ്ധ ജീവിതം നയിക്കും. One reason for the confidence that is gained by fearing the Lord is that one who fears him lives on very intimate and personal terms and in close fellowship with the Lord himself. കർത്താവിനെ ഭയപ്പെടുന്നതിലൂടെ ലഭിക്കുന്ന ആത്മവിശ്വാസത്തിൻ്റെ ഒരു കാരണം, അവനെ ഭയപ്പെടുന്നവൻ വളരെ അടുത്തും വ്യക്തിപരമായി കർത്താവുമായി ഒരടുത്ത ബന്ധം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ കർത്താവിനെ കൂടുതൽ നമ്മൾ ഭയപ്പെടുമ്പോൾ, അവൻ്റെ വചനം അനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ പാപത്തിൽ നിന്നും മാറി നിൽക്കും. നമ്മളൊരു വിശുദ്ധ ജീവിതം നയിക്കാൻ നമ്മൾ ശ്രമിക്കും. ദിസ് മേക്സ് ഹിം ഷുവർ ഓഫ് ഗോഡ്സ് പ്രൊട്ടക്ഷൻ, ഹിസ് പ്രൊവിഷൻ ആൻഡ് ഹിസ് പർപ്പസ്. When we fear the Lord, we are led into a full assurance of faith. We know that our sins are forgiven. We know the truth of Romans 8:28, and we can say that ഇത് അവനെ ദൈവത്തിൻ്റെ സംരക്ഷണം ഉറപ്പാക്കുന്നു. അവൻ്റെ കരുതൽ, അവൻ്റെ ഉദ്ദേശ്യം നാം കർത്താവിനെ ഭയപ്പെടുമ്പോൾ വിശ്വാസത്തിൻ്റെ പൂർണ്ണമായ ഉറപ്പിലേക്ക് നയിക്കപ്പെടും. നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്കറിയാം. അത് നമ്മൾ റോമാലേഖനം 8:28 വായിക്കുമ്പോൾ നമുക്കത് കാണാൻ കഴിയും. When a man fears the Lord, he experiences true joy and satisfaction. ഒരു മനുഷ്യൻ കർത്താവിനെ ഭയപ്പെടുമ്പോൾ, കർത്താവിൻ്റെ വചനം അനുസരിക്കുമ്പോൾ അവൻ യഥാർത്ഥ സന്തോഷവും സംതൃപ്തിയും അനുഭവിക്കുന്നു. അതുകൊണ്ടാണ് കർത്താവിൻ്റെ മക്കൾക്ക് എപ്പോഴും കർത്താവ് പറയുന്നത്, നിങ്ങൾ എപ്പോഴും സന്തോഷിക്കുന്നു, റിജോയ്സ് ഇൻ ദ ലോർഡ് എന്നാണ് കർത്താവ് പറയുന്നത്. That is why God always says, rejoice in Lord. Because when you walk in the Spirit of God, when you walk according to the Word of God, you will be filled with the true joy and satisfaction. Even though a man is poor in a worldly sense, if he fears the Lord, he will be wonderfully rich and truly satisfied. The man who fears God has immense satisfaction and joy in knowing that all is well, not only for time but for eternity. നമ്മളിപ്പം ലോകപരമായിട്ട് നോക്കുകയാണെങ്കിൽ, ഒരു സമ്പത്തും ഇല്ലാതെ വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിൽ അവർക്കൊന്നുമില്ല, ചിലപ്പോൾ പട്ടിണി തന്നെ ആയിരിക്കും. പക്ഷേ അവരുടെ ജീവിതം, പണ്ടത്തെ ആൾക്കാർ വല്ല ഓലപ്പുരയിൽ കർത്താവിനെ ചാണകമൊക്കെ മെഴുകി ദൈവത്തെ ആരാധിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു അല്ലേ? അവരുടെയൊക്കെ ദൈവഭയവും അവർ ദൈവത്തെ ആരാധിച്ചിരുന്നതും അവരുടെയൊക്കെ മക്കൾ ഇന്ന് അമേരിക്കയിലും UK ഒക്കെ വലിയ പൊസിഷൻസിലിരിക്കുവാണ്. അന്ന് പിതാക്കന്മാർ ആരാധിച്ചതിൻ്റെ ഒക്കെ നന്മകൾ ഇന്ന് ഈ ജനറേഷനാണ് അനുഭവിക്കുന്നത്. In olden days, the children of God, they used to worship the Lord in small huts. And they sometimes they don't even have a food to eat. They'll be hungry, but they will worship the Lord in spirit and truth, and they experienced a big joy and satisfaction. So that is it. So ഒരു മനുഷ്യൻ ലൗകിക അർത്ഥത്തിൽ ദരിദ്രനാണെങ്കിലും അവൻ കർത്താവിനെ ഭയപ്പെടുന്നുവെങ്കിൽ അവൻ്റെ ഉള്ളിൽ സന്തോഷം കൊണ്ട് നിറയപ്പെടും. അവനൊരു വളരെ ഹൃദയത്തിൽ ഭയങ്കര ഒരു സംതൃപ്തി ഉണ്ടായിരിക്കും. When a man fears the Lord, he will reap the benefits of a disciplined life. ഒരു മനുഷ്യൻ കർത്താവിനെ ഭയപ്പെടുമ്പോൾ അവൻ അച്ചടക്കമുള്ള ജീവിതത്തിൻ്റെ നേട്ടങ്ങൾ കൊയ്യും. നമ്മൾ ദൈവത്തെ അനുസരിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ റിവാർഡ് നമുക്കുണ്ട്. അത് തീർച്ചയായിട്ടും കർത്താവ് നമുക്ക് തരും. When a man fears the Lord, he will serve him wholeheartedly. ഒരു മനുഷ്യൻ കർത്താവിനെ ഭയപ്പെടുമ്പോൾ അവൻ പൂർണ്ണ ഹൃദയത്തോടെ അവനെ സേവിക്കും. When a man fears the Lord, he will be like the Lord Jesus himself. ഒരു മനുഷ്യൻ കർത്താവിനെ ഭയപ്പെടുമ്പോൾ അവൻ കർത്താവിനെ സ്വഭാവം പോലെയായി തീരും. In Hebrew 5 verse 7-9, we read that our Savior as man lived in the fear of the Lord, and it was in this way that he offered himself on the cross to secure
our eternal salvation. If we would really be like him, we shall always seek to live and work to do everything in the fear of the Lord all day long. Look up Job, and you see in Job's life, you see a lot of experience, how he lived, how he worshipped the Lord, how he loved the Lord, how he obeyed the Lord. നമുക്ക് യോബിൻ്റെ പുസ്തകം നമുക്ക് നോക്കിയാൽ യോബ് എത്രമാത്രം ദൈവത്തെ സ്നേഹിച്ചിരുന്നു, ദൈവത്തെ ഭയപ്പെട്ടിരുന്നു. യോബ് 10 മടങ്ങ് അനുഗ്രഹങ്ങൾ പ്രാപിച്ചു എന്ന് നമുക്കവിടെ വായിക്കാൻ കഴിയും. യഹോവയെ ഭയപ്പെട്ടവർക്കെല്ലാം കർത്താവ് നന്മകളാൽ നിറച്ച്, നമ്മൾ ബൈബിളിൽ വിശുദ്ധന്മാരുടെ എല്ലാ അവരുടെ സ്റ്റോറീസ് എല്ലാം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാം കർത്താവ് അവരെ ധാരാളം അനുഗ്രഹിച്ചു. When you see the saints in the Old Testament, you can see they were all those saints who feared the Lord and who loved the Lord were blessed abundantly. So until our hearts are in a right relationship with God, we are unable to have the wisdom that comes from heaven. നമ്മുടെ ഹൃദയങ്ങൾ ദൈവവുമായിട്ട് ശരിയായ ബന്ധത്തിലാകുന്നത് വരെ നമുക്ക് സ്വർഗത്തിൽ നിന്നുള്ള ജ്ഞാനം ലഭിക്കുകയില്ല. അത്രയും ഒരു ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് നമുക്ക് ദൈവവുമായിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ സ്വർഗീയ ജ്ഞാനം കിട്ടുകയുള്ളൂ. നമുക്ക് ലോകപരമായിട്ടുള്ള ജ്ഞാനം ഓക്കെ, നമുക്ക് ഇവിടുന്ന് പല ബുക്സ് വായിക്കാം, അല്ലെങ്കിൽ എന്താ പറയുക, ക്രോസ് റെഫറൻസ് വെച്ചിട്ട് നമുക്ക് വചനം പഠിക്കാം, അങ്ങനെ. പക്ഷേ നമുക്ക് സ്വർഗീയ ജ്ഞാനം വേണമെങ്കിൽ ഇറ്റ് ഷുഡ് കം ഫ്രം എബവ്. അതിന് ദൈവത്തെ നമ്മൾ ഭയപ്പെടണം, ദൈവത്തിൻ്റെ വചനം വായിക്കുന്നവരായിരിക്കണം, ദൈവത്തെ അനുസരിച്ച് ജീവിക്കുന്നവരായിരിക്കണം. That is it. So when we incorporate the fear of the Lord into every moment of our lives, we make decisions based upon His approval. നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷത്തിലും കർത്താവിനെ ഭയപ്പെട്ട് കർത്താവിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം ദൈവഹിതപ്രകാരമായിരിക്കും. That is it. So we live with the knowledge that the creator of the universe is intimately involved in our every move. He sees, knows and evaluates all our choices and we will answer to him. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് നമ്മുടെ ഓരോ നീക്കത്തിലും അടുത്തിടപഴകുന്നു എന്ന അറിവോടെയാണ് നാം ജീവിക്കുന്നത്, അല്ലേ? നമ്മൾ ദൈവവചനം അനുസരിച്ച് ജീവിക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ ദൈവഹിത പ്രകാരമായി തീരും. അതൊരിക്കലും തെറ്റുകയുമില്ല. ദൈവ വഴിയിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ. When we live righteously, we are on the path to wisdom and everyone in our lives benefits. നാം നീതിയോട് ജീവിക്കുമ്പോൾ, അതായത് കർത്താവിൻ്റെ വചനം അനുസരിച്ച് കർത്താവിന് കീഴ്പ്പെട്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ജ്ഞാനത്തിലേക്കുള്ള പാതയിലാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് ചുറ്റുമുള്ളവർക്കും നമ്മളൊരു അനുഗ്രഹമായിരിക്കും. When we walk according to the word of God, when we meditate the word of God, when we obey the word of God, when we are disciplined in the word of God, we will be blessed. More than that, our family will be blessed and the people around us will also be blessed. That is it. In Isaiah 11:2, the Bible says, the Spirit of the Lord will rest on him, the Spirit of the wisdom and of understanding, the Spirit of counsel and of might, the Spirit of the knowledge and fear of the Lord. അവൻ്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിൻ്റെ ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെ യഹോവഭക്തിയുടെ ആത്മാവ് തന്നെ. So today I pray that the Lord should give you such a special anointing. So come, let us pray for it. My loving Heavenly Father, I thank you for the promised word that you have given us today. We commit ourselves to you, Daddy. Give us the grace to always fear you and walk in your ways, Papa. As you have promised, bless us with your wisdom, knowledge and understanding. Help us to lead an intimate relationship with you. Help us to lead an intimate relationship with you, Daddy. Let your special anointing come upon us, Daddy. Bless all those who are watching this video, Daddy. I thank you, Lord, for you are going to bless us in this manner, Papa. Father, I pray for all those who are going through problems, struggles, diseases,
heal them, Daddy. Answer their prayers, Daddy. Father, let your mighty hand touch them and heal them, Daddy. Let the Lord of heaven come upon them, Daddy. Hallelujah. Remove all the struggles, obstacles from their lives, Daddy. Let your blessings flow, Daddy. Let the money flow. Let you bring them, hallelujah, all your blessings, Daddy, in their lives. Bless their work of their hand, Daddy. Hallelujah. Bless their job. Bless their business, Daddy. Hallelujah. Oh, Riba Shantura Rikarabala Durediga Santure Kartave, Daddy, please bless them with your peace, Daddy. All are going through pain, struggles, Daddy. Oh, hallelujah. All those are going through struggles, Daddy. Let them be, hallelujah, in peace, Daddy. Oh, Rabba Shantura. Bless them, Daddy. Open doors for them, Daddy. New openings, Daddy. Hallelujah, Jesus. Bless them abundantly. Have a give a blessed day today, Daddy. Hallelujah. Let them be blessed today. Let them have your presence in all their ways, Daddy. Thank you, Jesus, for hearing our prayers. In Jesus' name, Amen. Hallelujah. സ്വർഗസ്വനായ കർത്താവെ, നന്ദിയോടെ സ്തുതിക്കുന്നു അപ്പാ. അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. അങ്ങയുടെ പാദപീഠത്തേക്ക് ഞങ്ങൾ അണഞ്ഞു വരുന്നു, ഡാഡി. ഹല്ലേലൂയ. ഇന്ന് കർത്താവ് തന്ന പ്രോമിസ് വേർഡിനായി സ്തോത്രം കർത്താവെ. ഞങ്ങളെ ആ വചനത്താൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു പപ്പ. കർത്താവിൻ്റെ കൃപ ഞങ്ങളുടെ മേൽ ചൊരിയണമേ പപ്പ. അങ്ങയുടെ വചനമനുസരിച്ച് ജീവിപ്പാൻ, അങ്ങയുടെ വചനത്തിന് കീഴ്പ്പെട്ട് കർത്താവെ ആത്മാവിനാൽ ഞങ്ങൾ നയിക്കപ്പെടുവാൻ സ്വർഗത്തിലെ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വചനം ഇന്ന് ഞങ്ങളോട് പ്രോമിസ് ചെയ്തതുപോലെ അരി അങ്ങയുടെ വിസ്ഡം, അങ്ങയുടെ നോളജ്, അങ്ങയുടെ അണ്ടർസ്റ്റാൻഡിങ് ഞങ്ങൾക്ക് തരണമേ കർത്താവെ. ഞങ്ങളുടെ ബുദ്ധിയെ തുറക്കണമേ. ഞങ്ങളുടെ ഉൾക്കണ്ണുകൾ കൊണ്ട് കർത്താവെ അങ്ങയുടെ ജ്ഞാനം പ്രാപിപ്പാൻ, ദൈവ ഉയരത്തിൽ നിന്നുള്ള ശക്തി, അനോയിൻമെൻറ്റ് ഞങ്ങളുടെ മേൽ പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഡാഡി. ഹല്ലേലൂയ. കർത്താവെ, പലരും സ്ട്രഗിൾസിലൂടെ, പ്രോബ്ലംസിലൂടെ, പെയിനിലൂടെ കടന്നു പോകുന്ന കർത്താവെ, ജോബിൽ പ്രോബ്ലംസ് ഉള്ളവരുണ്ട് ഡാഡി. ഹല്ലേലൂയ. പലവിധമായ ഭാരത്താൽ ആയിരിക്കുന്നവർ ഈ വീഡിയോസ് കാണുന്നുണ്ട് കർത്താവെ. അവരുടെ വിഷയങ്ങൾക്കൊക്കെ എൻ്റെ കർത്താവ് മറുപടി നൽകണം. രോഗത്തിലായിരിക്കുന്ന എല്ലാവരെയും പപ്പാ അങ്ങ് സൗഖ്യമാക്കണമേ ഡാഡി. ഹല്ലേലൂയ. അവരുടെ ബിസിനസ് പ്രോസ്പർ ചെയ്യണം കർത്താവ്. അവരുടെ ജോബ് പ്രോസ്പർ ചെയ്യണം ഡാഡി. അവരെന്തെല്ലാം അവർ ചെയ്യുന്നു ആ എല്ലാ വർക്ക്സിനെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അന്ന് അനുഗ്രഹിക്കപ്പെട്ട ദിവസമായി കർത്താവ് അവർക്ക് നൽകുമാറാകണമേ. അവർ എവിടെയായിരുന്നാലും കർത്താവിൻ്റെ സാന്നിധ്യം അവരോട് കൂടെ പോകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥനയാചനയും കേട്ട കൃപയ്ക്കായി സ്തോത്രം. സാലോന്യാക്ക് വേണ്ടി ജീവൻ വെച്ചത് യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. So thank you so much for watching this video. I hope you are all blessed with this message. Hallelujah. May God bless you. May God lead you in His presence. Hallelujah. So as usual I say, hallelujah, please subscribe my channel, like, comment and share. And if you got any prayer requests, you can send your prayer requests to my mail ID infulekarajikumar@gmail.com. Also അപ്പോൾ ഈ വചനം കേട്ട എല്ലാവരും ഞാൻ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആളുകൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ദിവസമായിരിക്കലേ. നിങ്ങൾ പോകുന്ന സ്ഥലത്തൊക്കെയും കർത്താവിൻ്റെ സാന്നിധ്യം നിങ്ങളോട് കൂടി ഇരിക്കട്ടെ. അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഹല്ലേലൂയ. അതുപോലെ കർത്താവ് അവരും അനുഗ്രഹിക്കപ്പെട്ടെ, അനേകരിലേക്ക് ഈ മെസ്സേജ് ചെല്ലട്ടെ, അവരും അനുഗ്രഹിക്കപ്പെട്ടെ. അപ്പോൾ കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥന റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ infulekarajikumar@gmail.com എന്നെൻ്റെ മെയിൽ ഐഡിയിലോട്ട് അയച്ചാൽ ഞാൻ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കും. സോ ബൈ ഫോർ നൗ. സോ വി see you tomorrow with new powerful video. May God bless you all. Bye. Thank you so much.